ഇപ്പോൾ ബൂമ്പയ്ക്കൊക്കെ കഴിക്കാച്ചാൽ നമുക്ക് കഴിച്ചൂടെ? ഇങ്ങനെ എടുക്കുന്നു, വേവിക്കാൻ നമ്മുടെ ഈ പുഴുങ്ങിയ വേവന്നെ. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് എൻ്റെ പിറന്നാളാണ്, ഒപ്പം വാലൻറ്റൈൻസ് ഡേ ആണ്. അപ്പോൾ വാലൻറ്റൈൻസ് ഡേക്ക് നോക്കി എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയ്ക്ക് ഇന്നൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമ്മാനമാണ് നമ്മൾ കൊണ്ടുപോയിരുന്നത്. അതുകൊണ്ട് നമ്മൾ കോഴിക്കോട് പോയി, രാവിലെ കോഴിക്കോട് പോയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സമ്മാനമാണ് ദേ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും രണ്ട് വാക്ക് പറയാം. എന്താണ് രണ്ട് വാക്ക് പറയാനുള്ളത്? 1-ാം തീയതി അഡ്മിറ്റായിട്ട് 14 ദിവസം അവനെ കൊണ്ട് കഷ്ടപ്പെട്ടു ഹൈദരാബാദിൽ. 14 ദിവസമാണ് നമ്മൾ 14-ാം തീയതി പുറത്തേക്ക് വന്നത്. അഡ്മിറ്റാക്കി 14-ാം തീയതി രാവിലെ 7 മണിക്ക് വാലന്റൈൻസ് ഡേക്ക് നമ്മളുടെ അമ്മ നോക്കി പ്രസവിച്ചു. വേണമെങ്കിൽ അമ്മയ്ക്ക് 13-ാം തീയതി പ്രസവിക്കാമായിരുന്നു, പക്ഷെ അമ്മ 14-ാം തീയതി നോക്കി പ്രസവിച്ചു. അതാണ് യമ്മി മമ്മി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോ നമ്മളെ ഈ കല്ലുമ്മക്കായ വിശേഷങ്ങളാണ്. കല്ലുമ്മക്കായ നമ്മൾ ഇതിപ്പം ഒന്ന് സ്റ്റീം ചെയ്യാണ്, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇത് നമ്മളിനി ഇപ്പം എടുത്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഒന്ന് ആയി കൊടുക്കണ്ട, അടിയിലൊക്കെ പൊളിഞ്ഞ് വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഒന്നിങ്ങനെ ഇവിടെയൊക്കെ പൊളിഞ്ഞുകൊണ്ടില്ലേ. അപ്പോൾ പൊളിഞ്ഞൊക്കുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ മാറ്റാം, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റാം. എന്നിട്ട് തുറന്ന് വരുന്നുണ്ടോ. തുറക്കണ്ട കേട്ടോ സംഭവം. ഇതിൻ്റെ ഇതൊക്കെ താഴെ വീണ് പോയതാണോ അതോ ഇവർ ഇതൊക്കെ എടുത്തിട്ട് ഒട്ടിച്ച് വെച്ചാണോ എന്ന് അറിയില്ല. എന്ത് നോക്കാം. ഇതുണ്ട്, ഇവിടെ ഉണ്ട്, ഇതേ കിടക്കുന്നുണ്ടല്ലേ ഇവിടെ കണ്ടാ. ഹൈവ കണ്ടത് ഇങ്ങനെ എടുക്കാനായിട്ട് വളരെ ഈസിയാണ്. കല്ലുമ്മക്കായ എന്ന് പറഞ്ഞാലേ അത് ഞങ്ങളുടെ വീട്ടിലൊരു എന്താ പറയുക, ഭയങ്കര ഒരു എല്ലാവരും ഒരു വീക്ക്നെസ്സാണ് കല്ലുമ്മക്കായ. അത് നമ്മുടെ അമ്മ കോഴിക്കോട്ടുകാരിയാണ്, അതുകൊണ്ടായിരിക്കും, ആ ബ്ലഡ് ആയതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് കല്ലുമ്മക്കായ ഞങ്ങൾക്കൊരു. അപ്പോൾ കല്ലുമ്മക്കായ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലയിൽ കല്ലുമ്മക്കായ അങ്ങനെ അവൈലബിൾ അല്ല. അപ്പോൾ ഇവിടെയൊക്കെ കല്ലുമ്മക്കായ കിട്ടുകയാണെങ്കിൽ അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ആൾക്കാർ കല്ലുമ്മക്കായ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, പാലക്കാട് ജില്ലയിൽപ്പെട്ട ആൾക്കാർ. അപ്പോൾ നമ്മളിന്ന് മൊത്തം ഇച്ചിരി വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പം ഒരു 5-6 കിലോ ഒക്കെ വാങ്ങിയാലാണ് നമുക്ക് തികയുക. ഇപ്പോൾ ബൂമ്പയ്ക്കൊക്കെ കഴിക്കാച്ചാൽ നമുക്ക് കഴിച്ചൂടെ? നമ്മളിപ്പോൾ സത്യം പറഞ്ഞത് ചെറിയ വേവ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചകിരി ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇപ്പിയുണ്ട്. ആ ഇപ്പി എടുത്ത് മാറ്റണം. ആ ഇപ്പി എടുത്ത് മാറ്റിയതിന് ശേഷം ഇങ്ങനെ എടുക്കുന്നു, വേവിക്കാൻ നമ്മുടെ ഈ പുഴുങ്ങിയ വേവന്നെ. ഉണ്ട്, ഉപ്പൊക്കെ ഉണ്ടല്ലോ, വേവായിരുന്നു സംഭവം. ഇനി മസാലയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിന് വേറെ ടേസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ പിറന്നാൾ ദിനത്തെ സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇത് വൃത്തിയാക്കി. ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ മലയിൽ പോരും എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം ഇത് കണ്ട ഇത് നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ പുഴുങ്ങിയത് കേട്ടോ. പക്ഷേ നമുക്ക് ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. ചിലർ ഈ വെള്ളം എടുക്കും കറി വയ്ക്കാനായിട്ട്, പക്ഷെ നമുക്ക് എടുക്കാനൊരു മനസ്സ് വരുന്നില്ല. നമ്മൾ നല്ലോണം കഴുകിയിട്ടാണ് വെച്ചത്, നല്ലോണം സ്ക്രബ്ബർ ഇട്ടിട്ട് ഓരോ സാധനം കഴുകിയിട്ട് നമ്മൾ പുഴുങ്ങിയത്. എന്നാൽ കൂടി ഈ വെള്ളം എടുക്കാനായിട്ട് ഒരു മടി. ഗായ്സ്, നമ്മൾ 6 കിലോ തൊണ്ട് വാങ്ങി നമ്മൾ പൊളിച്ച് ഉണ്ടാക്കിയപ്പോൾ അത് ഏകദേശം ഒരു 1.5 കിലോളം നമുക്ക് ഇറച്ചി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് നമ്മൾ പൊരിക്കും, കുറച്ച് കറി വയ്ക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടികൾ ഇതൊക്കെയാണ്. നമ്മൾ വാലൻറ്റൈൻസ് ദിന കല്ലുമ്മക്കായ് പൊരിക്കൽ കറി വയ്ക്കൽ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ
പകുതി പൊരിക്കാനും പകുതി കറി വയ്ക്കാനായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടുണ്ട്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം കുരുമുളക് പൊടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളിന്ന് പൊരിക്കാനായിട്ട്. ഇത് നമ്മളിനി പൊരിക്കാനുള്ള കേട്ടോ. ഓക്കെ, ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ, എന്നിട്ട് നമുക്കിത് പൊരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളിതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം കടുക് പൊട്ടിച്ചു, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വലിയ ഉള്ളി. നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തക്കാളി ഇടാം, പിന്നെ പൊടികളുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ബ്രൗൺ കളറാകുമ്പോൾ ഇനി നമ്മൾ പൊടികൾ ഇടണം. അതിൻ്റെയൊക്കെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് വേണം തക്കാളി ഇടാൻ. ശരിക്കും തന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയാൽ മതി കല്ലുമ്മക്കായി. അപ്പോൾ അറിയാത്ത ആൾക്കാർ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ അറിയുന്നല്ലോ, അതന്നെ കല്ലുമ്മക്കായുടെ കൂട്ട്. ഓക്കെ, നമ്മൾ ഉഷാറായിട്ട് കറിയായിട്ട് വെച്ചിട്ടോ. ഇനി മറ്റേത് പുരട്ടി വെച്ചിട്ടുണ്ട്, അത് പൊരിക്കും കൂടി ചെയ്യും. സംഭവം ചെറിയ കല്ലുമ്മക്കായാണ്, വലിയ കല്ലുമ്മക്കായ്ക്ക് രുചിയുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, ഇതേ കിട്ടാറുള്ളൂ. അവിടെ മറ്റേതിന് കിലോ 1000 റുപ്യ, അതായത് പൊളിച്ച സാധനത്തിന്. ഇതന്നെ കിലോ 250 റുപ്യ തൊണ്ടോട് കൂടിയിട്ട്. നോക്കാം, ഉള്ളതാകൊണ്ട് സംതൃപ്തിപ്പെടാം. നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാം. കറി വെച്ചത് ഇതിൻ്റെ ഈ സാധനം ഉണ്ട്, ഇതൊന്നും എടുത്ത് കളയാം. ഹോട്ടലുകാരെ അതൊന്നും കളയില്ല കേട്ടോ. കല്ലുമ്മക്കായ തന്നെ. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ പൊരിക്കലും കറി വെക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളെ അമ്മയ്ക്ക്, നമ്മളെ ഈ ഭൂലോകത്തേക്ക് കൊടുന്ന എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ബർത്ത്ഡേ ദിനത്തിൽ കല്ലുമ്മക്കായുടെ ഒരു പീസ് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. കല്ലുമ്മക്കായ ഇങ്ങനെയുണ്ട് പൊരിച്ചത്. അപ്പോൾ നമ്മളൊരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കല്ലുമ്മക്കായ വിശേഷങ്ങളുമായി വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.